രാഹുൽ മാങ്കൂട്ടത്തിലിനെ വ്യാജ ഐ ഡി കേസിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാൻ കാരണമെന്ന് പറയുന്നത് ഈ പ്രതികളുടെ ശബ്ദരേഖയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ചില പരാമർശങ്ങളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോകുന്നത്. ശനിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക്. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് ചേരുകയാണ്. കമലേഷ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു വ്യാജ ID കേസിൽ. എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കത്തിന് കാരണം? മനു, ഈ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് ഈ അന്വേഷണം നടത്തുന്നത്. അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത് എന്നുള്ളതാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഈ പ്രതികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളുടെ ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പരാമർശിക്കുന്നതായാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു തെളിവെടുപ്പിന് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശനിയാഴ്ച ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള, അതായത് 7 വർഷം വരെ ജയിൽ ശിക്ഷ, അതായത് തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് തെളിഞ്ഞാൽ ഈ പ്രതികൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചനാ കുറ്റം, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് കൃത്രിമ രേഖയുണ്ടാക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ഇത് തെളിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ പ്രതികളെല്ലാം ഇതിൽ പിടിയിലായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫെനി നൈനാനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ പിടിയിലാകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാറിലാണ് സഞ്ചരിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടിയാണ് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പങ്ക് വളരെ കൃത്യമായി പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് ഒരു ദിവസം 50-60 വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ, അതായത് കേന്ദ്ര സർക്കാർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പൗരന് നൽകുന്ന തിരിച്ചറിയൽ കാർഡിലാണ് കൃത്രിമത്വം ഉണ്ടാക്കി അവർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി അത് വ്യാജമായി ഉണ്ടാക്കി ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് ജയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും ഒരു ദിവസം 50-നും 60-നും ഇടയിൽ ഇത്തരത്തിൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി ആകെ 2000-ഓളം കാർഡുകളാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ്. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പ്രതികളുടെ ഫോൺ സംഭാഷണത്തിൽ രാഹുലിൻ്റെ കൂടി പേര് പരാമർശിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി വീണ്ടും നേരത്തെ ഒരു വട്ടം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെ വീണ്ടും ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കമലേഷ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഈ വ്യാജ ID കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തീർക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് എൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു FIR ഉണ്ടോ, എൻ്റെ പേരിൽ എവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അതിൻ്റെതായ വഴിക്ക് നടക്കുന്നുണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് ഗൗരവതരമായ കണ്ടെത്തലുകളിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തി നിൽക്കുന്നു എന്നല്ലേ അവരുടെ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? മനു, തീർച്ചയായും രാഹുൽ ഈ പറഞ്ഞ കാര്യം സ്വയം പ്രതിരോധത്തിന് വേണ്ടി രാഹുലിന് പറയാം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഈ രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരികളായ, ഏറ്റവും അടുത്ത സഹായികളാണ്, അനുയായികളാണ്, അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് നടക്കുന്ന പ്രവർത്തകരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തു, കാറിൽ നിന്നായിരുന്നല്ലോ ഇവരെ പിടികൂടുന്നത് തന്നെ. അത് മാത്രമല്ല, ഈ ഫെനി നൈനാനെതിരെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ചില പെൺകുട്ടികൾ പറയുന്നുണ്ടായിരുന്നു അയാൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അവിടെയെന്നൊക്കെ അല്ലേ? തീർച്ചയായും മനു, ആ നിലയിൽ തന്നെയാണ് രാഹുൽ എല്ലാ സഹായവും നൽകിയാണ് ഒരു വിഭാഗം ആളുകൾ, കൂടെ നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് മാങ്കൂട്ടത്തിൽ അറിയാതെ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്നത് ഇപ്പോൾ ഒരു സാമാന്യ യുക്തി അനുസരിച്ച് ആലോചിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം രാഹുൽ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ചും ആ നിലയിൽ തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ്. ഏതായാലും ഘട്ടത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയത്, ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാറാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ്, കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അറസ്റ്റിലാകുന്നത് എന്നതുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രതികൾ സംസാരിക്കുന്ന കാര്യത്തിൽ ഈ വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് കൂടി പരാമർശിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ
മങ്കൂട്ടത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 വർഷത്തോളം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് സർക്കാരിൻ്റെ ഒരു രേഖ, ഒരു തിരിച്ചറിയൽ രേഖ കൃത്രിമമായി നിർമ്മിക്കുകയും അത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഏതായാലും ആ നിലയിലുള്ള ക്രിമിനൽ പ്രവർത്തികളാണ് നേരത്തെ തന്നെ, വളരെ നേരത്തെ. പക്ഷേ ഈ വിഷയത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പരാതികൾ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾ, അവരുടെ നേതാക്കൾ, അതായത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. വി ഡി സതീശൻ ഉൾപ്പെടെ ഈ വിഷയത്തിലടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് വി ഡി സതീശൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഈ വിഷയത്തിലും മറ്റ് പെൺകുട്ടികൾക്കെതിരായ പരാതിയിലുമെല്ലാം നിരവധി പരാതികൾ വന്നിട്ടും രാഹുൽ മങ്കൂട്ടത്തിലിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന നിലപാട് വി ഡി സതീശൻ സ്വീകരിക്കുന്ന നിലയുണ്ടായി. അതുകൊണ്ടാണ് വലിയ അപകടങ്ങളിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിലിന് പോകാനുള്ള ധൈര്യം കിട്ടിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും ഈ കേസുകളെല്ലാം തന്നെ, ഈ സ്ത്രീകൾക്കെതിരായ വിഷയങ്ങളും ഇപ്പോൾ വ്യാജരേഖ നിർമ്മിച്ച വിഷയങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ സജീവമായി സമൂഹത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ അന്വേഷണങ്ങളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. മനു, ശരി, അതായത് നമുക്ക് കാത്തിരിക്കാം ആ കേസിന്റെ തുടർ വഴികൾ എങ്ങനെയാണ് എന്ന്. മാങ്കൂട്ടം പറയുന്നത് പോലല്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെ മാങ്കൂട്ടം പലപ്പോഴും ന്യായം പറയാറുണ്ട്. പക്ഷേ ആ കേസിന്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുതരമായ കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ ഒരുപാട് സമയമുണ്ട്, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വരാനൊക്കെ ഇഷ്ടംപടി സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.